മാതാപിതാക്കൾ എത്തിച്ചേരുന്ന ഒരു ഉത്തരമുണ്ട്: സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം. ഉള്ളതുമില്ലാത്തതുമെല്ലാം കണ്ട് കുട്ടികൾ വഷളായെന്നാണ് പലരുടെയും പരാതി. പല രാജ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രായത്തിനനുസരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളും സമാന നയത്തിലേക്ക് നീങ്ങുകയാണ്. വേഗവിവരത്തിൻ്റെ ഇക്കാലത്ത് കുട്ടികളെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നതാണോ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം? ഇക്കാര്യത്തിൽ വിശദമായ പഠനം ആവശ്യമാണ്. In 1 week, Australia will become the first country in the world to ban under 16s from having social media accounts. With one law, we can protect Generation Alpha from being sucked into purgatory by predatory algorithms described by the man who created the feature as behavioural cocaine. രക്ഷിതാക്കൾക്ക് ഇനി ആശ്വസിക്കാം, അവരുടെ കുട്ടികൾക്ക് ബാല്യം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന്. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വിലക്കിയ ശേഷം ഓസ്ട്രേലിയൻ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അനിക വെൽസന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കൊള്ളാമെന്ന് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും അഭിപ്രായമുയർന്നു. ഇന്ത്യയിലും ഇപ്പോൾ ഓസ്ട്രേലിയൻ മാതൃകയുടെ ചുവട് പിടിക്കുകയാണ് ചില സംസ്ഥാനങ്ങൾ. ആന്ധ്രാപ്രദേശിൽ IT ആൻഡ് ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം നടന്നു. 16 വയസ്സിൽ താഴെയുള്ളവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതായിരുന്നു യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. വിവിധ രാജ്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ള സമൂഹമാധ്യമ നിയന്ത്രണ ചട്ടങ്ങൾ പഠിച്ച ശേഷമാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടന്നത്. സൈബർ തട്ടിപ്പുകൾ, ഓൺലൈൻ അടിമത്തം എന്നിവയിൽ നിന്നൊക്കെ കുട്ടികളെ മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമായി ആന്ധ്രയിലെ മന്ത്രിതല സമിതി വിലയിരുത്തുന്നു. 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ആന്ധ്ര IT ആൻഡ് ഇലക്ട്രോണിക്സ് വകുപ്പ് മന്ത്രി നരാ ലോകേഷ് വ്യക്തമാക്കുന്നത്. ആന്ധ്രയ്ക്ക് പിന്നാലെ ഗോവയിലും ഓസ്ട്രേലിയൻ മാതൃകയെക്കുറിച്ച് പഠനം തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷമാണ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കി ഓസ്ട്രേലിയ നിയമം കൊണ്ടുവന്നത്. നിയമം നടപ്പിലാക്കിയ ആദ്യ മാസത്തിൽ തന്നെ 47 ലക്ഷത്തോളം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഓസ്ട്രേലിയയിൽ റദ്ദാക്കി. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം വിലക്കിക്കൊണ്ട് ഫ്രാൻസ് ഇന്നലെ നിയമം പാസാക്കി. ഇക്കൊല്ലം അധ്യയന വർഷം മുതൽ നിയമം നടപ്പിലാക്കാനാണ് തീരുമാനം. UK, ഡെൻമാർക്ക്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളും പ്രായപൂർത്തിയാകാത്തവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതോടെ ഇന്ത്യയിലും ഈ ആവശ്യം ശക്തമായി. കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കണമെന്ന വാദത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ് ബ്രെയിൻ റോട്ട്. 2024 ആ വർഷത്തെ വാക്കായി ഓക്സ്ഫോർഡ് ഡിക്ഷണറി തെരഞ്ഞെടുത്ത പദമാണ് ബ്രെയിൻ റോട്ട്. എന്നുവച്ചാൽ നിലവാരം കുറഞ്ഞ സോഷ്യൽ മീഡിയ ഉള്ളടക്കത്തിന്റെ അതിപ്രസരം മൂലം ബൗദ്ധിക നിലവാരത്തിലുണ്ടാകുന്ന ഇടിവ്. കൗമാരകാലത്തെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കുന്നതിലൂടെ ബ്രെയിൻ റോട്ടിന് തടയിടാം എന്നാണ് വാദം. കോവിഡ് കാലത്ത് യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ ഇന്റർനെറ്റ് എന്ന മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടിയവരാണ് നമ്മുടെ കുട്ടികൾ. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയവയൊക്കെ കേവലം വിനോദത്തിനപ്പുറം വരുമാനമാർഗം കൂടിയാണെന്ന തിരിച്ചറിവ് നിലവാരമുള്ളതും ഇല്ലാത്തതുമായ അനേകം ഉള്ളടക്കങ്ങളുടെ ഉത്പാദനത്തിന് വഴിതെളിച്ചു. വ്യക്തിയാധിക്ഷേപം നടത്തുന്ന റോസ്റ്റിംഗും ആക്രമണോത്സുകമായ ഗെയിമിംഗ് കൂട്ടായ്മകളും തിയേറ്ററുകൾക്ക് മുന്നിലെ കോപ്രായങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയ ഭരിക്കാൻ തുടങ്ങി. ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ കുത്തിയൊലിച്ചെത്തുന്ന ഉള്ളടക്കങ്ങൾക്കിടയിൽ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഒരു തലമുറ കുഴങ്ങി നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനുള്ള പരിഹാരം സമ്പൂർണ്ണ നിരോധനമാണോ? അതിൻ്റെ ഒരു നിയന്ത്രണം എങ്ങനെയെന്നുള്ളത് വളരെയേറെ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. കാരണം രക്ഷിതാക്കളുടെ കയ്യിലുണ്ട്, വീടുകളിൽ മൊബൈലുണ്ട്, എക്സ്ട്രാ മൊബൈലുകൾ എത്രയുണ്ട് വീടുകളിൽ. പക്ഷേ കുട്ടികൾക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ ലഭ്യമാവുന്ന ഒരവസ്ഥയുമുണ്ട്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ബോധവൽക്കരണം തന്നെയാണ്. നിയമം നമുക്കൊരു പരിധിവരെ നിയമം കാരണം നിയന്ത്രിക്കേണ്ടത് മുതിർന്നവരുടെ ഫോണിനെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഒരു നിയമം വരുമ്പോൾ എത്രത്തോളം നമുക്കത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളത് കൂടെ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഗൂഗിൾ തുടങ്ങിയവയുടെ വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള നിയമങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും വിലക്കുകൾ കുട്ടികളെ സുരക്ഷിതമല്ലാത്ത മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മെറ്റയുടെ പ്രതികരണം. സമൂഹമാധ്യമങ്ങളിൽ അടിമപ്പെട്ടിട്ടുള്ള ഒരു തലമുറയ്ക്ക് പെട്ടെന്ന് അത് നിഷേധിച്ചാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചും വിശദമായ പഠനം വേണം. സോഷ്യൽ മീഡിയ നിരോധനമാണ് നേപ്പാളിൽ ഭരണകൂടം താഴെ വീഴാൻ പോലും കാരണമായ ജൻസി പ്രക്ഷോഭത്തിന് ഹേതുവായത് എന്നോർക്കുക.
അതിവേഗ വിവര കൈമാറ്റത്തിന്റെ ഇക്കാലത്ത് സോഷ്യൽ മീഡിയ വിലക്കിയാൽ ബദൽ എന്ത് എന്ന ചോദ്യവും പ്രസക്തമാണ്. സാമൂഹിക, രാഷ്ട്രീയ, ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്കപ്പുറം ലോകവീക്ഷണം രൂപപ്പെടുത്താൻ, ആഗോള സംഭവ വികാസങ്ങളോട് പ്രതികരിക്കാൻ സോഷ്യൽ മീഡിയ പുതുതലമുറയെ പ്രാപ്തരാക്കുന്നുണ്ട് എന്നത് മറന്നു കളയാവുന്ന ഒന്നല്ല. നിയന്ത്രണം അറിയാനും പ്രതികരിക്കാനുമുള്ള അവരുടെ അവകാശത്തെ നിഷേധിച്ചുകൊണ്ടാകരുത്. നേരിട്ടുള്ള നിരോധനത്തിന് മുൻപ് ഡിജിറ്റൽ സാക്ഷരതയ്ക്കുള്ള പ്രോത്സാഹനത്തിലൂടെ ശരിതെറ്റുകൾ തിരിച്ചറിയാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.